നമുക്ക് ഹരിപ്പാട് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രൊമോഷനിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിശന്ന് കത്തി 2:30 ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഹോട്ടലിൽ വന്ന് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇലയിലാണ് ഇവിടെ ഊണൊക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് കയറിയത്. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ അത്ര വലിയ ഫുഡിയൊന്നും അല്ല, എവിടെ കയറിയാലും ഭക്ഷണം ഒരു ഇച്ചിരിയൊക്കെ കഴിച്ച് ഇറങ്ങുന്ന ആളാണ്. അപ്പം ഞാൻ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കണവ റോസ്റ്റാണ് കേട്ടോ മേടിച്ച്. എനിക്ക് കണവ വലിയ കഴിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും വാങ്ങിച്ച്. എന്തായാലും എൻ്റെ കൂടെ ഇരുന്ന ആളുടെ അഭിപ്രായത്തിൽ ഞാൻ ഈ കടക്ക് 100-ൽ 98 മാർക്കും കൊടുക്കും കേട്ടോ. ആദ്യമായിട്ടാണ് ഷാന എൻ്റെ കൂടെ വന്നിട്ട് ഫുൾ ഫുഡ് കഴിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിടോ അടിപൊളി ഫുഡായിരുന്നെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം ഷാന അടിപൊളിയാന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് ബില്ല് പേ ചെയ്യാൻ നിന്ന സമയത്ത് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഫുഡൊക്കെ കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ചേട്ടന് സന്തോഷമായി. ഞാൻ പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇവിടുത്തെ സ്പെഷ്യൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുന്നു. അപ്പോൾ ആ ചേട്ടൻ അവിടുത്തെ സ്പെഷ്യൽ പറയാൻ തുടങ്ങിയിട്ട് എൻ്റെ വായിൽ വെള്ളം വന്നു. പിന്നെ ഞാൻ ആ ചേട്ടൻ അങ്ങോട്ട് കൊണ്ടുപോകുന്ന 2-3 ഐറ്റംസിൻ്റെ ചെറിയൊരു വീഡിയോയൊക്കെ എടുത്ത് ചേട്ടനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും മാക്സിമം ആസ്വദിച്ചാണ് കേട്ടോ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. എങ്ങനെ കഴിക്കാതിരിക്കും, അതുമാതിരി ടേസ്റ്റല്ലേ, നാടൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരാൾ വെച്ച് വ്ളോഗറാണോ എന്ന്, അത് കേട്ടപ്പോൾ എനിക്ക് നാണവും വന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഹരിപ്പാടുള്ള ശാരദാമ്മ നാടൻ ഭക്ഷണശാലയാണ് കേട്ടോ. അടിപൊളി നാടൻ ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇതിലേ പോകുന്നവരൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്യണം. സൂപ്പർ ഫുഡാണ് കേട്ടോ, നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മുതലാണ്. അപ്പോൾ അത് ഇവിടെ തന്നെ ഒരു ചായക്കട സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ലൊക്കേഷൻ വരുന്നത് ഹരിപ്പാട് ഹൈവേയുടെ സൈഡിലാണ് കേട്ടോ.